എന്തെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴോ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴോ മനസ്സ് നിങ്ങളറിയാതെ മറ്റു മേഖലകളിലേക്ക് വഴുതി സഞ്ചരിക്കാറുണ്ടോ? സുഖമുള്ളതും പണ്ടു മനസ്സിനെ സന്തോഷിപ്പിച്ചതുമായ ചില ഓർമ്മകളിലേക്ക് ചിത്രശലഭത്തെ പോലെ നിങ്ങൾ പാറി നടക്കാറുണ്ടോ? ആ നേരം നിങ്ങൾ പുഞ്ചിരി മറയ്ക്കാൻ കഴിയാതെ വളരെ സമയം ആകാശം നോക്കിയിരുന്നിട്ടുണ്ടോ? മിക്കവർക്കും സംഭവിക്കുന്ന കാര്യമാണിത്. മനസ്സ് ഒരു അത്ഭുത പ്രതിഭാസമാണ്. അത് എവിടെ ഇരിക്കുന്നുവെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. ചിലർ മനസ്സിനെപ്പറ്റി പറയുമ്പോൾ നെഞ്ചിൽ കൈവയ്ക്കുന്നത് കാണാം. അപൂർവം ചിലർ തലച്ചോറിലാണെന്ന് കരുതി തലയിൽ തൊടും. മനസ്സെന്നത് സത്യത്തിൽ ശരീരമാകെ വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രതിഭാസം തന്നെയാണ്. മനസ്സും ബുദ്ധിയും ആത്മാവും ഒന്നാണെന്ന് കരുതുന്നവരുണ്ട്. സൂക്ഷ്മ പരിശോധനയിൽ ഇവയെല്ലാം വേറെ വേറെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ദ്രിയങ്ങൾ കൊണ്ടുവരുന്ന വിവരങ്ങളെയും വികാരങ്ങളെയും മനസ്സ് സ്വീകരിക്കും. ആ വിവരങ്ങൾ തെറ്റോ ശരിയോ എന്ന് തീരുമാനിക്കുന്നത് ബുദ്ധിയാണ്. വഴിയിലൂടെ നടക്കുമ്പോൾ ബേക്കറിയിൽ ചുവന്ന നിറത്തിൽ ലഡു ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കണ്ടു. നെയ്യ് മണവും വരുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും. വളരെ സോഫ്റ്റ് ലഡു ആയിരിക്കും. വാങ്ങിയാലോ? കഴിച്ചാലോ? നാവിൽ വെള്ളമൂറി. ഇതൊക്കെ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളാണ്. എന്നാൽ നിനക്ക് ഡയബറ്റിക് ഉണ്ട്, കഴിച്ചാൽ ഷുഗർ കൂടും, ഡോക്ടർ കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, വേണ്ട എന്ന് ഉപദേശിക്കുന്നത് ബുദ്ധിയാണ്. ബുദ്ധി മനസ്സിനെ നിയന്ത്രിക്കും. അപ്പോൾ മനസ്സും ബുദ്ധിയും ഒന്നല്ല. ആത്മാവാണോ? അതുമല്ല. നമ്മിൽ സർവവ്യാപിയായിരിക്കുന്ന എനർജി അല്ലെങ്കിൽ ശക്തിയാണ് ആത്മാവ്. മനസ്സ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ബുദ്ധിക്ക് മറവി സംഭവിക്കാം. ആത്മാവ് ഇത് രണ്ടിൻ്റെയും യജമാനനാണ്. അയാളില്ലെങ്കിൽ മറ്റൊന്നുമില്ല. പൊതുവെ റിസ്ക് ഉള്ള കാര്യങ്ങളോട് മനസ്സിന് ഇഷ്ടമില്ല. എപ്പോഴും റിലാക്സ് ചെയ്യുന്നതിനോടാണ് താല്പര്യം. രസം നൽകുന്ന കാര്യങ്ങൾ, വൈകാരികമായ കാര്യങ്ങൾ ഒക്കെ മനസ്സിന് ഇഷ്ടമാണ്. കഥ, കവിത, നാടകം, സിനിമ, മനുഷ്യനെയും സഹജീവികളെയും സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഒക്കെ ഇഷ്ടപ്പെടും. ജ്യോതിഷത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മനസ്സിൻ്റെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ചന്ദ്രനാണ്. ചന്ദ്രന് ഉയർച്ച താഴ്ചകളുണ്ട്. സ്റ്റെബിലിറ്റി ഇല്ല. അപ്പ് ആൻഡ് ഡൗൺസ് ആണ്. ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും. അത് ഓരോ നക്ഷത്രജാതനും വ്യത്യസ്തമായ അനുഭവങ്ങളെ നൽകിക്കൊണ്ടിരിക്കും. കർക്കടകമാണ് ചന്ദ്രൻ്റെ ക്ഷേത്രം. ജലരാശിയാണ്. വികാരങ്ങൾക്കാണ് മുൻതൂക്കം. ആ രാശി കാലപുരുഷന്റെ 4-ാം ഭാവമാണ്. 4-ാം ഭാവം നെഞ്ചിനെ സൂചിപ്പിക്കുന്നു. ഇതുകൊണ്ടാവാം മനസ്സിനെപ്പറ്റി പറയുമ്പോൾ മിക്കവരും നെഞ്ചിൽ കൈവയ്ക്കുന്നത്. മനസ്സ് കുരങ്ങിനെ പോലെയാണ്. ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ചാടി മറിഞ്ഞുകൊണ്ടിരിക്കും. എങ്ങനെയൊക്കെ പെരുമാറുമെന്ന് പറയാൻ പറ്റില്ല. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില പെരുമാറ്റങ്ങൾ ചിലരിൽ നിന്നും ഉണ്ടാകുന്നത് കണ്ടിട്ടില്ലേ? മനസ്സിനെ നിയന്ത്രിക്കാൻ വളരെ പ്രയാസമാണ്. നമ്മുടെ വികാരങ്ങളെ പരിപൂർണമായി നിയന്ത്രിക്കുന്നത് ചന്ദ്രനാണ്. വേലിയേറ്റത്തിനും വേലിയിറക്കത്തിനും കാരണം ചന്ദ്രൻ തന്നെയല്ലേ? വികാരങ്ങൾ ജലവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. സങ്കടവും വലിയ സന്തോഷവും കണ്ണീരൊഴുക്കിയല്ലേ നമ്മൾ പ്രകടിപ്പിക്കാറ്? കറുത്ത വാവ്, വെളുത്ത വാവ് ദിവസങ്ങളിൽ അകാരണമായ ദുഃഖമോ സന്തോഷമോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നമ്മുടെ ഉള്ളിലെ ചെറിയ ദുഃഖത്തെ വേലിയേറ്റമാക്കി ചന്ദ്രൻ ചിലപ്പോൾ മാറ്റും. ആത്മഹത്യകളുടെ ദിവസങ്ങൾ പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാവും. മിക്കവാറും വാവിനോടടുത്ത ദിവസങ്ങൾ ആയിരിക്കും അത്. ആസ്മ രോഗികൾക്ക് രോഗം മൂർച്ഛിക്കുന്നതും ജീവികൾക്ക് ഇണചേരാനുള്ള വ്യഗ്രത നൽകുന്നതും ഈ സമയങ്ങളാണെന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കും? 4-ാം ഭാവം ക്ഷേത്രസ്ഥാനം കൂടി ആയതിനാൽ ദിവസേനയുള്ള ക്ഷേത്ര ദർശനം മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ശക്തി പ്രദാനം ചെയ്യും. ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് മനസ്സിൻ്റെ മാതൃകയിലാണ്. പ്രപഞ്ചമാണ് മനസ്സ്. പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ പ്രക്രിയകളുടെയും അനുരണനങ്ങൾ മനസ്സിനുണ്ടാകും.
ക്ഷേത്രത്തിൽ തെളിയുന്ന വിളക്കുകളെല്ലാം നക്ഷത്രങ്ങളെ പ്രതിനിധീകരിക്കുന്നവയാണ്. പ്രാർത്ഥനയിലൂടെ ശരീരത്തിലെയും മനസ്സിലെയും തിന്മകളെ തിരുത്തി നന്മ വരുത്താൻ നമുക്ക് സാധിക്കും. തെളിഞ്ഞ ബുദ്ധി ലഭിക്കുന്നത് വഴി മനസ്സ് നിയന്ത്രിക്കപ്പെടും, പോസിറ്റീവാകും. മനപ്രയാസങ്ങൾ ഉണ്ടാകുവാൻ നിസ്സാര കാര്യങ്ങൾ മതി. നമ്മളെ മറ്റൊരാൾ വിമർശിക്കുക, മോശമായ വാക്കുകൾ കൊണ്ട് വിലയിരുത്തുക, ദേഷ്യപ്പെടുക, ഇവയൊക്കെ മനസ്സിൻ്റെ തുലനാവസ്ഥയെ പെട്ടെന്ന് തകർക്കാം. മാനഹാനിയാൽ ഉറക്കം വരാതെ കിടന്നേക്കാം, നഷ്ടപ്പെട്ടതോർത്ത് ദുഃഖിക്കാം, ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുമോ എന്നോർത്ത് ആകുലപ്പെടാം, ആഗ്രഹിച്ചത് നേടാനൊക്കാത്തപ്പോഴും വ്യസനം വരാം. ചുരുക്കത്തിൽ മനസ്സ് ഏതു നേരവും ദുഃഖത്തിൽ തന്നെയാണ്. എൻ്റെ ജീവിതം ഇങ്ങനായി പോയല്ലോ എന്നോർത്ത് ഓരോരുത്തരും ദുഃഖിക്കുന്നുണ്ടാവും. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം ഇവയെല്ലാം ദുഃഖത്തെ പ്രദാനം ചെയ്യുന്ന ഘടകങ്ങളാണ്. യോഗ മനസ്സംയമനത്തിനുള്ള ഒരു മാർഗമാണ്. ജാതക പരിശോധന ചെയ്യുമ്പോൾ തൻ്റെ ജന്മനിയോഗം എന്താണെന്ന് ഗ്രഹിക്കുന്നത് വഴി അതിനു വേണ്ടതായ കാര്യങ്ങളിൽ മുഴുകുന്നതിലൂടെ അനാവശ്യമായ കാമമോഹാദികളിൽ നിന്ന് മുക്തി നേടാം. നമുക്ക് ഓരോരുത്തർക്കും ഒരു ജന്മലക്ഷ്യമുണ്ട്, നമുക്ക് മാത്രം ചെയ്യാവുന്ന ചിലത്. മുജ്ജന്മങ്ങൾ പിന്നിട്ട് ഈ ജന്മമെടുത്തത് കർമ്മങ്ങളുടെ പൂർത്തീകരണത്തിനു വേണ്ടിയാണ് എന്നറിയുക. കർമ്മം തിരിച്ചറിയുക. മറ്റൊരാളെപ്പോലെ ആകാനല്ല നമ്മുടെ ജന്മം. നമ്മൾ നമ്മളായി മാറുന്നതിനു വേണ്ടി മാത്രം ശ്രമിക്കുക. ധ്യാനത്തിലൂടെ സ്വന്തം കഴിവുകൾ ഓരോരുത്തർക്കും തിരിച്ചറിയാനാകും. നിങ്ങളുടെയും നിങ്ങളുടെ കുട്ടികളുടെയും ജാതകം പരിശോധിക്കുക. നിയോഗങ്ങൾ എന്താണെന്ന് കണ്ടെത്തുക. ഒരാൾ എന്തായി മാറണമെന്ന് അവരുടെ ജാതകം പറയും. ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയും കുട്ടികളെ നയിക്കുകയും ചെയ്യണം. മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളിലേക്ക് ഇങ്ങനെയും നമുക്ക് അടുക്കാൻ കഴിയും. എഞ്ചിനീയർ ആകാൻ യോഗമുള്ള കുട്ടിയെ നിർബന്ധിച്ച് ഡോക്ടറാക്കാൻ പ്രേരിപ്പിക്കുക, അല്ലെങ്കിൽ പൈസ കൊടുത്ത് അഡ്മിഷൻ വാങ്ങി പഠിപ്പിക്കുക. ഒടുവിൽ ഒന്നും ആകാൻ സാധിക്കാതെ പടുകുഴിയിൽ വീണ് നരകിക്കുമ്പോൾ വഴി തെറ്റിയത് ഓർത്തിട്ട് എന്ത് കാര്യം? മനസ്സ് നേർത്ത റോസാദളം പോലെ മൃദുലമാണ്. അതിനെ സംരക്ഷിക്കത്തക്ക രീതിയിൽ കാത്തുസൂക്ഷിക്കുകയാണ് വേണ്ടത്. മുള്ളുകൾ വന്നു വീഴാതെ വളരെ സുരക്ഷിതമായ സ്ഥാനത്ത് വെച്ച് സംരക്ഷിക്കുക. നിങ്ങളുടേത് മാത്രമല്ല, കുടുംബത്തിൻ്റെ മനസ്സ് നിങ്ങളുടെ കൈകളിലാണ്. കുടുംബം എന്നത് ഒരു സൗരയൂഥമാണ്. പരസ്പര ആകർഷണം സ്നേഹം കൊണ്ട് മാത്രമേ സാധിക്കൂ. നിർലോഭം സ്നേഹിക്കുക. കുടുംബസമേതം നന്മയ്ക്കായി പ്രാർത്ഥിക്കുക. ലോകാ സമസ്ത സുഖനോ ഭവന്തു എന്ന് സനാതനധർമ്മം ആശംസിക്കുന്നത് ഇതുതന്നെയാണ്. 4-ാം ഭാവത്തിൻ്റെ കാരകൻ ചന്ദ്രനായതിനാൽ ചന്ദ്രനെ സംബന്ധിക്കുന്ന മന്ത്രങ്ങൾ ജപിക്കുന്നത് വളരെ ഗുണം ചെയ്യും. ദധി ശംഖ തുഷാരാഭം ക്ഷീരോദാർണവ സംഭവം നമാമി ശശിനം സോമം ശംഭോർ മകുടഭൂഷണം എന്ന മന്ത്രം രാവിലെ കുളിച്ചീറനായി 9 പ്രാവശ്യം ജപിക്കുക. മന്ത്രം വീഡിയോയുടെ വിവരണത്തിൽ ചേർക്കുന്നതാണ്. ഇത് ജപിക്കുന്നതോടൊപ്പം ഒരു ജ്യോതിഷനെ കണ്ട് ജാതകത്തിലെ ചന്ദ്രൻ്റെ സ്ഥാനം, 4-ാം ഭാവാധിപൻ്റെ സ്ഥാനം, നീചം, വക്രം, അസ്തം തുടങ്ങിയ സ്ഥിതികൾ, യോഗദൃഷ്ടികൾ മുതലായവ പരിശോധിച്ച് പരിഹാരങ്ങൾ ചെയ്താൽ മനസ്സിനെ ഒരു പരിധിവരെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. ഇതുപോലെ വിജ്ഞാനപ്രദമായ വീഡിയോ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നന്ദി.